ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കുടുംബത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച്, മക്കളുമായുള്ള ബന്ധം, വീട്ടിൽ അനുജൻ ജ്യേഷ്ഠത്തിമാർ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ആരംഭ സൂറത്തുൻ നിസാഇന്റെ ആരംഭവാക്യം, സൂറത്തുൻ നിസായിലെ ആദ്യത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും അത് കഴിഞ്ഞാൽ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യാൻ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദഹ, നിങ്ങൾ അല്ലാഹു തആല ഒരു നഫ്സിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്, ഒരു ശരീരത്തിൽ നിന്ന്, ഒരു വാപ്പയുടെ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തുടക്കം. വഖലഖ മിൻഹാ സൗജഹാ, ആദം നബിയിൽ നിന്നാണ് അവരുടെ ഇണയെ പടച്ചത്, ഹവ്വാ ബീവിയെ. ഉമ്മ ഒന്നാണ്, വാപ്പ ഒന്നാണ്. കുച്ച് ബഡി ബാത് ഹോതി ഹോ തേജ മുസൽമാൻ ഭീ ഏക്, മുസ്ലിമീങ്ങൾക്കും ആ ഒരു ഏകമായ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇഖ്ബാൽ കുതിച്ചു പോയിട്ടുണ്ട്. ഒരു കുടുംബത്തെ പോലെ മനുഷ്യരാശിയെ കാണുകയാണ് അല്ലാഹു. മനുഷ്യരെ, നിങ്ങളുടെയൊക്കെ വാപ്പ ഒന്നാണ്, ഉമ്മ ഒന്നാണ്. وبث منهما رجالا كثيرا ونساء, ഒരുപാട് പുരുഷന്മാരും ആണുങ്ങളെയും അല്ലാഹു പടച്ചത് ആ ഒരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണ്. ഒരു മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്. നിങ്ങൾക്കൊരു പിതാവും മാതാവും ഉള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭൗതികമായ ജന്മത്തിന് കാരണക്കാരാണവർ എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാരണക്കാരൻ, നിങ്ങളുടെ സബബുൽ വുജൂദ്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അല്ലാഹു അല്ലയോ? അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, ശുദ്ധ ഖുർആൻ 4 സ്ഥലങ്ങളിൽ അല്ലാഹു അനുസരിക്കണേ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. വസ്വ, ഔസ്വ, 2 പ്രയോഗം കാണും ഖുർആനിൽ. ഔസ്വൈന, നമ്മൾ വസിയത്ത് ചെയ്തു. വസ്വൈന, നമ്മൾ വസിയത്ത് ചെയ്തു. അൻസൽന നസ്സൽന എന്ന് പറയുന്ന പോലെ ഒരു തവണ വസിയത്ത് ചെയ്യാന്ന് പറഞ്ഞ എന്താ? ഞാൻ മരിച്ചുപോയാൽ മക്കളെ, എന്റെ കാലശേഷം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വാപ്പ അല്ലെങ്കിൽ ഉമ്മ മക്കളോട് വസിയത്ത് ചെയ്യാം. നിരന്തരം വസിയത്ത് ചെയ്തു, നിരന്തരം പറഞ്ഞുകൊടുത്തു, എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ഇത് ചെയ്യണേ, നിങ്ങൾ മാതാപിതാക്കളെ നോക്കണേ. അതുകൊണ്ടാ വസ്വൈന, അല്ലാഹു വസ്വ എന്നാ പറഞ്ഞത്. നിരന്തരം അല്ലാഹു പറയാൻ. അൽ ഇൻസാന, മനുഷ്യനോട്. മനുഷ്യരെന്ന് പറഞ്ഞതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമില്ലാത്തവനുണ്ട്, ചെറിയ മക്കളില്ലേ, അവരൊക്കെ ഇൻസാനാണ്. അവരോടും അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട് മാതാപിതാക്കളെ നോക്കണമെന്ന്. മാതാപിതാക്കളെ നോക്കണമെന്ന്. വവസ്വൈനൽ ഇൻസാൻ, ഇൻസാൻ എന്ന വാക്കിന്റെ പരിധിയിൽ മക്കളും പെട്ടുപോയിട്ടുണ്ടെന്നാണ്. പക്ഷേ മക്കൾക്ക് തക്ലീഫില്ല, അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് മക്കൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ കൂലി മാതാപിതാക്കൾക്ക്. ചെറിയ മക്കൾ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. അവര് പ്രായപൂർത്തിക്ക് താഴെയാകുമ്പോ, തമീസിന്റെ പ്രായത്തിൽ താഴെയാകുമ്പോ. ഉലമാഇന്റെ അഭിപ്രായങ്ങൾ. സുബ്ഹാനല്ലാഹ്, മനുഷ്യനോട് അല്ലാഹു വസിയത്ത് ചെയ്യാൻ, മാതാപിതാക്കളെ നോക്കണേ. എന്താ കാരണം എന്നറിയോ? നീ ഈ ലോകത്തേക്ക് കടന്നു വരാനുണ്ടായ ആദ്യത്തെ കാരണം നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നീ നോക്കേണമേ, അവരോട് നീ വസിയത്ത്, നന്മയോടുകൂടെ പെരുമാറണം, നല്ലത് ചെയ്യണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, അവരെ തൃപ്തിപ്പെടുത്തിയേക്കണം, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. അയ്യകൂനൽ വലദു ഗൈളാ, മക്കൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്ന കാലഘട്ടം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന കാലം, എന്തിനും അടിച്ചു പൊട്ടിക്കുക, അങ്ങനത്തെ മക്കളുള്ള കാലം. ദേഷ്യം ഒന്ന് ചോദിച്ചു, പിന്നെ അടുത്തത് പിന്നെ പൊട്ടിക്കലാണ്. അല്ലെങ്കിൽ ഉമ്മയെ തല്ല, വാപ്പയെ തല്ല, അല്ലെങ്കിൽ പിണങ്ങി കിടക്കുക, ഇറങ്ങി ഓടുക, ഇങ്ങനെ പിടിച്ച വാശി. ഇങ്ങനെ മക്കൾ പെരുമാറുന്നത് അന്ത്യനാളിനോടടുക്കുന്ന കാലഘട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടിനുള്ളിലൊക്കെ നോക്കി മക്കൾ എങ്ങനെ പെരുമാറുന്നത്.
ചെറിയ കുഞ്ഞിനോടും ആണിനോടും പെണ്ണിനോടും സർവ്വമതക്കാരനോടും മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഒരുപോലെ നിന്റെ മാതാപിതാക്കളെ നീ ശരിക്കും നോക്കി പരിപാലിക്കണമേ എന്ന അള്ളാഹുവിന്റെ ആജ്ഞ. വസ്വ, നിരന്തരം ഒന്നിന് പിറകെ ഒന്നായി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് വസ്വ എന്ന പ്രയോഗം. വസ്വൈന, ഔസ്വൈന എന്നല്ല, രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്, ധാതു ഒന്നാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യാ? നിരന്തരം അള്ളാഹു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? നിന്റെ ഭൗതികമായ ജന്മത്തിന്റെ കാരണക്കാർ നിന്റെ വാപ്പയും ഉമ്മയുമാണെങ്കിൽ, നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ജന്മത്തിന്റെ കാരണക്കാർ അവരുടെ ഉമ്മയും വാപ്പയാണെങ്കിൽ, മനുഷ്യപിതാവിന്റെ ജന്മത്തിന്റെ കാരണക്കാരൻ അല്ലാഹുവല്ലയോ? നിന്റെ ജന്മത്തിന്റെയും ശരിയായ കാരണക്കാരൻ അല്ലാഹുവല്ലേ? നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണുന്ന കാരണക്കാരാണ് നിന്റെ ഉമ്മയും വാപ്പയും. നീ അവർക്ക് നന്ദി ചെയ്തേക്കണം. എങ്കിൽ പിന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് എളുപ്പമായി വരും. അള്ളാഹുവാണല്ലോ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നത്, അള്ളാഹുവല്ലേ നിന്നെ ജനിപ്പിച്ചത്, വാപ്പതിന്റെ കാരണക്കാരനല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ജനിപ്പിച്ച അള്ളാഹുവിനെ, നിനക്ക് ജന്മം നൽകിയ അള്ളാഹുവിനെ നിനക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. എങ്ങനെ? നിന്റെ മാതാപിതാക്കളെ കണ്ടാൽ, അവരെ കാണുമ്പോൾ നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. കൊണ്ടാണ് അള്ളാഹു മാതാപിതാക്കളുടെയും അള്ളാഹുവിന്റെയും വിഷയം ചേർത്ത് പറയാൻ കാരണം 4 സ്ഥലങ്ങളിൽ ശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല അച്ചടക്കം നൽകട്ടെ. ബിർറു ആബാഅകും തബുറുകും അബ്നാഉകും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്നായി പെരുമാറിക്കോളൂ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് നന്നായി പെരുമാറിയാൽ നിങ്ങൾക്ക് പ്രായമാകുന്ന കാലത്ത്, നിങ്ങൾക്കൊരു സഹായം ആവശ്യമാകുന്ന കാലത്ത് അവർ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ചാൽ, നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിക്കും. നിങ്ങൾ ചെയ്താൽ അവർ നിങ്ങൾക്ക് സൂക്ഷിച്ചു തരും. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവർ സൂക്ഷിക്കും. ഏതെങ്കിലും ഒരാൾ ഉലമാ പറയാറുണ്ട്, ഏതെങ്കിലും ഒരാൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത്, അത് മാത്രമല്ല വേറെ ആരുടെയോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ, വേറെ ആരുടെയോ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനുണ്ടാകും. നിങ്ങൾ നോക്കിയത് ഏതോ ഒരു വാപ്പയെ, സ്വന്തം വാപ്പയെ ഒഴിവാക്കിയിട്ടല്ല, അവരൊക്കെ നോക്കുന്നതോടുകൂടെ വേറെ ആരുടെയോ വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങൾ മുതിർന്നിട്ടുണ്ട്, സഹായം ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ദാരിദ്ര്യം നീക്കിക്കളയാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കളല്ലാത്ത മാതാപിതാക്കളെ നിങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ, നിങ്ങളുടെ മക്കളല്ലാത്ത മറ്റാരുടെയോ മക്കൾ നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതമാണത്. നീ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടുന്നത്. നമ്മൾ എങ്ങനെ അങ്ങോട്ടുണ്ടാവുക. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളോട് നന്മ ചെയ്ത് ഇപ്പൊ തുടങ്ങിയാൽ, വാർദ്ധക്യമാകുമ്പോ നിനക്കൊരു ശബാബ്, ഒരു യൗവനം കഴിഞ്ഞ് കഹലും കഴിഞ്ഞ് ശൈഖൂഖത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് വരുമ്പോ നിനക്ക് ആവശ്യമുണ്ട് ഒരാളിലേക്ക് ചാരി നിൽക്കാൻ ഒരാളുടെ സഹായം ആവശ്യമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത, ഒരാളുടെ കൈത്താങ്ങില്ലാതെ നടക്കാൻ പറ്റാത്ത, ആരെങ്കിലും വായിലേക്ക് മരുന്ന് വെച്ച് തന്നാലല്ലാതെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ സ്വന്തം മക്കള് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരുടെയെങ്കിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ, വേറെ ആരുടെയോ മക്കൾ നിങ്ങളെ ഒന്ന് സഹായിക്കാനുണ്ടാകും. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വലിയൊരു മനോഹരമായ ഒരു പാഠമാണ്. അള്ളാഹു നമുക്ക് മക്കളിൽ നിന്ന് കൺകുളിർമയെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.